നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ രാജ്യത്തിന്റെ GDP-യുടെ പകുതിയോളം സംഭാവന ചെയ്യുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഇവർക്ക് ഒരു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ എന്തു വഴിയാണുള്ളത്? ഇതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. പ്രതിമാസം 3000 രൂപ പെൻഷൻ ഉറപ്പു നൽകുന്ന ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്താണ് PMSYM യോജന? അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. ലളിതമായി പറഞ്ഞാൽ ഇതൊരു വോളണ്ടറി പെൻഷൻ പദ്ധതിയാണ്. അതായത് നമ്മൾ ഒരു ചെറിയ തുക മാസാമാസം നിക്ഷേപിക്കുന്നു. അത്രയും തുക തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, റിക്ഷക്കാർ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങി കുറഞ്ഞ വരുമാനമുള്ള എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും വേണ്ടിയുള്ളതാണ് ഈ സ്കീം. ഇത് നമ്മുടെ വാർദ്ധക്യകാലത്ത് മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇനി ഇതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ ചേരാം? പ്രധാനമായും 5 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു അസംഘടിത മേഖലയിലെ തൊഴിലാളിയായിരിക്കണം. നിങ്ങളുടെ പ്രായം 18-നും 40 വയസ്സിനും ഇടയിലായിരിക്കണം. നിങ്ങളുടെ മാസ വരുമാനം 15,000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. നിങ്ങൾ ESIC, NPS തുടങ്ങി പദ്ധതികളിൽ അംഗമായിരിക്കരുത്. നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയുമായിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡും IFSC കോഡുമുള്ള ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം. ഇനി നിക്ഷേപവും പെൻഷൻ തുകയും. ഇനി എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്? നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് മാസത്തവണ നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 18-ാം വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ മാസം തോറും 55 രൂപ മാത്രം അടച്ചാൽ മതി. 40-ാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ 200 രൂപ മാസം തോറും നിങ്ങൾ അടയ്ക്കണം. നിങ്ങൾ എത്ര രൂപ അടയ്ക്കുന്നുവോ അത്രയും തന്നെ തുക സർക്കാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും നൽകും. 60 വയസ്സ് തികയുന്നത് വരെയാണ് ഈ തുക അടയ്ക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസം തോറും 3000 രൂപ കൃത്യമായി പെൻഷനായി എത്തും. ഇനിയും മരണാന്തര വൈകല്യ ആനുകൂല്യങ്ങൾ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ തുകയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഒരു വരിക്കാരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്ക്, അത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കും. അതല്ല, 60 വയസ്സിന് മുൻപ് വരിക്കാരന് മാരകമായ വൈകല്യം സംഭവിക്കുകയും പ്രീമിയം അടയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ പങ്കാളിക്ക് തുക അടച്ച് പദ്ധതി തുടരാവുന്നതുമാണ്. അല്ലെങ്കിൽ അതുവരെ അടച്ച തുക പലിശ സഹിതം പിൻവലിച്ച് പദ്ധതിയിൽ നിന്നും പുറത്ത് കടക്കാവുന്നതുമാണ്. ഇനി എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കുന്നത് എന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു പദ്ധതിയാണ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രമോ അല്ലെങ്കിൽ CSC സെന്ററുകളെയോ സമീപിച്ചാണ് ഈ പദ്ധതിയിൽ അംഗമാകേണ്ടത്. ഇത് ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത ഒരു ചെക്കും കൂടെ കരുതേണ്ടതാണ്. ആദ്യ മാസത്തെ പ്രീമിയം തുക പണമായി നൽകി രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ശ്രം യോഗി കാർഡ് ലഭിക്കും. ഇതിൽ നിങ്ങളുടെ പെൻഷൻ നമ്പറും മറ്റും ഉണ്ടായിരിക്കും. നമ്മൾ നാളെ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെത്തുമ്പോൾ ആരുടെയും മുൻപിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ ഇത്തരം ഒരു ചെറിയ സമ്പാദ്യം നമുക്ക് വലിയ സഹായകമാകും. നിങ്ങൾ അർഹരാണ് എങ്കിൽ ഇന്ന് തന്നെ ഈ പദ്ധതിയിൽ ചേരുക. അതിനുവേണ്ടി അക്ഷയ അല്ലെങ്കിൽ CSC സെന്റർ സമീപിച്ച് ഈ പദ്ധതിയുടെ വിവരം പറഞ്ഞാൽ അവർ നിങ്ങളെ ഈ പദ്ധതിയിൽ ചേർക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സർക്കാർ പദ്ധതികളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.